بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. പ്രിയമുള്ള സഹോദരന്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിശുദ്ധമായ റമദാനു ഷരീഫിൻ്റെ പവിത്രമായ സമയങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടണം. നമ്മുടെ മശായിഖന്മാരുടെ നോട്ടത്തിലായി റമദാൻ കൊണ്ട് വിജയം നേടുന്നവരിൽ അല്ലാഹു നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റമദാന് സമാഗതമായി എന്നിട്ട് അതിനെ വേണ്ട വിധം പരിഗണിക്കാഞ്ഞാൽ അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്. പലപ്പോഴും നമ്മൾ കേട്ട ഒരു സംഭവമാണ് മുത്തുനബി അവിടുത്തെ മിമ്പറിൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞ സംഭവം. അപ്പോൾ അതിൻ്റെ ഗൗരവം അതിൽ നിന്ന് മനസ്സിലാക്കാലോ. അതുകൊണ്ട് തന്നെ റമദാനു ഷരീഫ് ആകുമ്പോൾ പ്രത്യേകമായി ഒരു ശ്രദ്ധയും ചിന്തയും ഒക്കെ നമുക്ക് വേണം. നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചത് പ്രകാരം റമദാനിന് വേണ്ടി പല ഒരുക്കങ്ങളും പല നന്മകൾ തന്നെ മാറ്റിവെക്കുന്നവരാണ് നമ്മൾ. ഏത് നന്മകൾ? മുമ്പൊക്കെ നമ്മൾ ചെയ്തു പോയിരുന്ന റമദാനല്ലാത്ത മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഹൈറായ കാര്യങ്ങൾ തന്നെ റമദാൻ എന്ന ഈ മാസത്തിൽ ഈ മാസം പരിഗണിക്കേണ്ട ഉത്തമമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റു പലതും മാറ്റിവെച്ച് നമ്മൾ ഇതിലേക്ക് വന്നവരാണ്. ചില ആളുകൾക്കൊക്കെ ഒരു സംശയങ്ങൾ ഉണ്ടാവും. റമദാനിൻ്റെ മുമ്പ് ഇപ്പോൾ നമ്മൾ നമ്മുടെ മജ്ലിസുകൾ പലതും നടക്കുന്നുണ്ട്, ആദർശ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. റമദാനായപ്പോൾ ഇതൊക്കെ നിർത്തിവെച്ചു. അപ്പോൾ അതൊക്കെ ഒരു മോശമായിരുന്നില്ലേ, അതുകൊണ്ടാണല്ലോ റമദാനിൽ നടക്കാത്തത് എന്നൊക്കെ. റമദാനിലൂടെ എല്ലാം നമ്മുടെ ദർസുകൾ, മദ്രസകൾ നമ്മൾ നിർത്തിവെക്കുന്നുണ്ട്. നമ്മുടെ വലിയ വലിയ കോളേജുകളിൽ അവിടെ ദർസ് തഫ്സീറാണ്, ഖുർആന്റെ ദർസാണ്. ബൈലാവി, അതുപോലെ തന്നെ തഫ്സീറുൽ ജലാലൈനി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ ദർസുകൾ, തസവൂഫിന്റെ ദർസുകൾ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, സിഹാഹു സിത്ത, ഇതൊക്കെയാണ് നമ്മളെ റമദാനല്ലാത്ത മാസങ്ങളിൽ ദർസ് നടത്തുന്ന ആ ദർസുകൾ പോലും നമ്മൾ മദ്രസയൊക്കെ നിർത്തലാക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ മോശമായിരുന്നു, റമദാൻ ആയതുകൊണ്ട് അതൊക്കെ നിർത്തിവെച്ചത് അതിൻ്റെ അടയാളം എന്ന് അങ്ങനെ ആരും മനസ്സിലാക്കൂ? ഇല്ല. എന്താണ് കാര്യം? അതെല്ലാം ഉത്തമമായ വിഷയങ്ങളാണ്, അനിവാര്യമാണ്. പക്ഷെ റമദാനിൽ അതുമായി ബന്ധപ്പെട്ട പലതും ചെയ്യേണ്ടതുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ വെള്ളിയാഴ്ചകളിൽ കാലങ്ങളായി നമുക്ക് രാവിലെ മദ്രസല്ലല്ലോ. കാരണം വെള്ളിയാഴ്ച അൽക്കഹ്ഫ് സൂറത്തും സ്വലാത്തും വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി പ്രത്യേകം തയ്യാറെടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ ആ ദിവസം ആ സമയത്തിനോട് ബന്ധപ്പെട്ട ഗുണം അതിനെയാണ് ഒന്നാമതായി പരിഗണിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പരിശുദ്ധമായ മാസത്തിനു വേണ്ടി പല നന്മകൾ തന്നെ, ഈ നന്മ ഇത് ഈ മാസം പ്രത്യേകം പരിഗണിക്കണം എന്ന ബോധം നൽകിക്കൊണ്ട് നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് വഴി കാണിച്ചു തന്നതാണ്. നമ്മുടെ മറ്റു കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ റമദാനിൽ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടത്തേണ്ടതുണ്ട്. ആ നിലയിൽ ഈ പരിശുദ്ധമായ മാസം, ഇതിന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പോവുകയാണ്.
ഇപ്പം ആദ്യത്തെ 10 നോക്കൂ, അത് അതിൻ്റെ ലാസ്റ്റിലേക്ക് എത്തി. ഇനി എണ്ണപ്പെട്ട നിമിഷങ്ങൾ പെട്ടെന്ന് റമദാൻ നമ്മളിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുക. നല്ല ജാഗ്രത പാലിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ ദിവസങ്ങളും സമയങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. റമദാനായാൽ പിശാചികളെയൊക്കെ ബന്ദ് ചെയ്യപ്പെടും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അള്ളാഹു റസൂൽ പലതവണ പലപ്പോഴും പല രൂപത്തിലും പറഞ്ഞ കാര്യമാണ്. അത് നമ്മുടെയൊക്കെ അനുഭവത്തിൽ എല്ലാവരും അനുഭവിക്കുന്നുണ്ടല്ലോ. റമദാൻ അല്ലാത്ത മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഖൈറ് ചെയ്യാനുള്ള പ്രചോദനം മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതെന്താ കാര്യം? ആ ശൈത്താനിയായിട്ടുള്ള ഷെറ് അവിടെ അവസാനിച്ചു എന്നതാണ്. എന്നാൽ ചില ആളുകൾ ചോദിച്ചു, എന്നിട്ടും പല ഭാഗത്തും പല തെറ്റും കുറ്റും നമ്മളിൽ നിന്നൊക്കെ വന്നു പോകുന്നുണ്ടല്ലോ റമദാനിലും. അതുണ്ടാവും. റമദാനിൽ ശൈത്താന്റെ ഭാഗം അവിടെ ക്ലോസ് ചെയ്യപ്പെട്ടു. പക്ഷേ മനുഷ്യന്റെ നഫ്സ് എന്നത് ഒരു ഭാഗം വേറെയാണ്. മനുഷ്യന്റെ നഫ്സ് അത് പലപ്പോഴും ചീത്തയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്യുന്നത് എപ്പോഴും ശൈത്താൻ എന്ന മാർഗത്തിലൂടെയല്ല, നമ്മുടെ നഫ്സ് തന്നെ നമ്മോട് ദുഷിച്ചത് കൽപ്പിക്കൂലെ. ഇന്ന നഫ്സ ല അമ്മാറത്തും ബിസ്സൂ, ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ നഫ്സ്, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനത്തെ ഒരു ഊട്ടിലാണ്. നന്മയും തിന്മയും ചെയ്യാൻ ആ രൂപത്തിലുള്ള പ്രേരണകൾ ഉണ്ടാകുന്ന വിധത്തിലാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ സത്ത ഉള്ളത്. മലക്കിൻ്റെത് അങ്ങനെയല്ല. മലക്കിനിപ്പോൾ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു ചിന്ത തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഹറാമായ കാര്യം, ഒരു ദുഷിച്ചത്, അതിലേക്കൊരു മനുഷ്യനത് ചെയ്താലോ അത് നോക്കിയാലോ ചിന്തിച്ചാലോ എന്നൊക്കെ ഒരു മനുഷ്യന് തോന്നുന്നുണ്ടെങ്കിൽ മലക്കുകൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും ഉദിക്കൂല. അവർക്ക് ആ ലോകം തന്നെ അറിയില്ല. കാരണം അവരെ പടക്കപ്പെട്ടത് ആ രൂപത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടാകുന്നത് 2 നിലയിലാണ്. ഒന്നെങ്കിൽ അവൻ്റെ നഫ്സ് കൽപ്പിച്ചിട്ടാവാം, അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ബന്ധത്തിലാവാം. റമദാനാകുമ്പോൾ പൈശാചികമായിട്ടുള്ള മേഖല അടക്കം ചെയ്യപ്പെട്ടു, നമുക്ക് സഹായമാണ്. ഇനി നമ്മുടെ നഫ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ബുർദയിലുണ്ടല്ലോ, വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസിഹിമാ വഇൻഹുമാ മഹളാകൻ നുസ്ഹ ഫത്തഹിമീ. വഖാലിഫിൻ നഫ്സ വശൈത്വാൻ, നീ നിന്റെ നഫ്സിനോട് എതിരാകണം, വശൈത്വാൻ, ശൈത്വാനിനും എതിരാകണം. അപ്പൊ ഏതാണ് ആ നഫ്സ്? നഫ്സിനെ 2 നിലക്ക് ഖുർആൻ ബോധിപ്പിക്കുന്നുണ്ട്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ എന്ന് പറയുന്നുണ്ട്. അതാ ദുഷിച്ച നഫ്സിന്റെ അവസ്ഥയാണ്. ആ അവസ്ഥയെ മാറ്റിമറിച്ച് ക്ലിയർ ചെയ്തു വന്നാൽ കത് അഫ്ലഹമൻ സക്കാഹ, പിന്നെ നഫ്സ് ഉത്തമമായ അവസ്ഥയിൽ വരും. അതാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ദോഷം, നഫ്സിയായിട്ടുള്ള ചിന്തകൾ, അതിനെ പ്രത്യേകം ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. അതിനിക്ക് വലിയ സഹായം കിട്ടുന്ന മാസമാണ് പരിശുദ്ധമായ റമദാനു ശരീഫ്. കാരണം പൈശാചികമായിട്ടുള്ള പ്രേരണകളും ആ ഒരു ബുദ്ധിമുട്ടുകളും തടയപ്പെട്ട വിശുദ്ധമായ സമയങ്ങളാണ് പരിശുദ്ധമായ റമദാൻ. ആ നിലയിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല അവസരങ്ങളും നന്നായി കോരിച്ചെരിഞ്ഞ് നൽകിയിട്ടുള്ള ഈ മാസം. അതുകൊണ്ടാണ് ഹബീബായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, റമദാനു ഷഹ്റു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനിക്കുള്ള ഏറ്റവും ഉത്തമമായ അവസരമാണ് വിശുദ്ധമായ റമദാൻ. അപ്പോൾ അതിൻ്റെ ഓരോ സമയങ്ങൾ നമ്മൾ പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. രാവും പകലും നല്ല നല്ല ദുആകൾ, നല്ല നല്ല ചിന്തകൾ. ഇപ്പോൾ നമ്മളെ നോമ്പാകുമ്പോൾ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ക്രമീകരണമുണ്ട്, അതിലൊക്കെ നല്ല ശ്രദ്ധ നമുക്ക് വേണം. ഒരുപാട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അടക്കുന്നതോടൊപ്പം ഹൃദയത്തെ, അതിനെയും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത ധാരണകളും ഇതൊക്കെ കടന്നു വരുന്നതിനെക്കുറിച്ചൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടായി അതിനെ തൊട്ടും തടയുന്നൊരവസ്ഥയിൽ കൂടി റമദാനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മുടെ സംസാരങ്ങൾ, ഇപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളും മറ്റൊക്കെ നമ്മൾ പറയും, വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും, അങ്ങനെ തിന്നാൻ നോമ്പ് മുറിയും
പിന്നെ വുളുണ്ടാക്കുമ്പോഴോ കുളിക്കുമ്പോഴോ വെള്ളം അങ്ങോട്ട് കയറിയാൽ, അതല്ലെങ്കിൽ ഇഞ്ചക്ഷൻ അടിച്ച, അങ്ങനെയൊക്കെ പല ചർച്ചകൾ, നോമ്പ് മുറിയുടെ ചർച്ച നമ്മൾ എടുക്കും. അതിനൊക്കെ അങ്ങനെ ആയാൽ മുറിയും, ഇങ്ങനെ ആയാൽ മുറിയില്ല എന്നൊക്കെ നമ്മൾ ബാഹ്യമായിട്ട് പലതും പറയും, നിയമങ്ങൾ പറയും. പക്ഷേ അതിൻ്റെയൊക്കെ ഉൾസാരത്തിലേക്ക് ചെന്നാൽ അതിനേക്കാൾ വലിയ ഗൗരവമാണ് ആന്തരികമായി നോമ്പിന് കളങ്കമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുള്ളൂ. ഗീബത്ത്, നമീമത്ത്, ഇതൊക്കെ മോശമാണ്. ഇതൊന്നും ഒരിക്കലും റമദാനല്ലാത്ത മാസത്തും പാടില്ല. റമദാനിൽ അത് കൂടുതൽ ശ്രദ്ധ വേണം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹദീസിൽ കാണാലോ, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമഹു വ ശറാബഹു. ഭക്ഷണം ഒഴിവാക്കേണ്ട ഒരാൾ നോമ്പാണെന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കണില്ല, ഒന്നും കുടിക്കണില്ല, പക്ഷേ അവന് മോശപ്പെട്ടത് സംസാരിക്കുന്നു, വേറെന്തെങ്കിലും മോശപ്പെട്ടതൊക്കെ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ഈ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ എന്തു നേട്ടം? ഒരു നേട്ടവുമില്ല എന്ന് അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് നല്ല ശ്രദ്ധയിലായി അടുത്ത റമദാൻ നമുക്കുണ്ടോ? ഒരിക്കലും പറയാൻ പറ്റൂല. ഒരു പക്ഷേ ഗസാലി ഇമാമിനെ പോലുള്ള മഹാന്മാർ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു കർമ്മം ചെയ്യുമ്പം ഒരു പക്ഷേ ആ കർമ്മം നിന്റെ അവസാനത്തതാകാം. ഇപ്പം ഇന്ന് കഴിഞ്ഞ തറാവീഹ് അത് പലരുടെയും അവസാനത്തെ തറാവീഹാണ്. ഇന്നലെ കഴിഞ്ഞ നോമ്പ് പകൽ അത് ഒരു പക്ഷേ പലരുടെയും ഈ റമദാനിലെ അവസാനത്തെ നോമ്പാണ്. വരാനിരിക്കുന്ന ഈ ഇന്നത്തെ രാത്രി അത്താഴം, അത് പിന്നെ അത്താഴങ്ങൾ, അത് പലരുടെയും അവസാനത്തെ നോമ്പിൻ്റെ ബന്ധങ്ങളാണ്. അടുത്ത റമദാൻ നമുക്കുണ്ടാകുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. ആ ബോധം എപ്പോഴും ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് നീങ്ങണം. വലിയൊരു പോയിന്റാണത്, വലിയൊരു ഫായിദയാണത്. കാരണം നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഒരു ശ്രദ്ധ ഉണ്ടാകാൻ നമുക്കത് പരമാവധി സഹായകമാകും. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി നല്ല നിലയിൽ നമ്മുടെ മനസ്സിൽ അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന വിധം, എല്ലാം പൂർണ്ണമായിട്ടോ സമ്പൂർണ്ണമായിട്ടോ അല്ല എങ്കിലും ഒരു സമാധാനം നമുക്ക് വേണമല്ലോ. ആ രൂപത്തിലുള്ള ഇടപെടലുകളാകണം പരിശുദ്ധമായ റമദാനിൽ. നോമിൻ്റെ മസലകളും നോമിൻ്റെ ഫളീലത്തും ഒക്കെ നമ്മൾ കേട്ടതാണ്. ഈ നീയത്ത് അത് നോമ്പിൻ്റെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതിനൊന്നും നമ്മൾ നെവർ മൈൻഡ് ആക്കാൻ പറ്റൂല, പരിഗണിക്കാതിരിക്കാൻ പറ്റൂല. ചില ആളുകളൊക്കെ ചോദിക്കും, എന്തിനാ അപ്പോൾ നീയത്തിലൊക്കെ എത്ര കടുംപിടുത്തം? നീയത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു അമല്, അള്ളാഹ് കൽപ്പിച്ചൊരു അമല്, അതിന് പ്രത്യേകം പരിഗണിച്ചുകൊണ്ടുള്ളൊരു നീക്കുപോക്ക് ഉണ്ടാകണമല്ലോ. അപ്പോഴല്ലേ അത് സ്വീകാര്യമാകൂ. ഇപ്പം ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ നമുക്കറിയാം, ഹജ്ജിന് നമ്മൾ പോവുകയാണെങ്കിൽ ഇഹ്റാം ചെയ്യണം. അത് എവിടെ നിന്ന് ഇഹ്റാം ചെയ്യണം? മീക്കാത്തുകളിൽ നിന്ന് ഇഹ്റാം ചെയ്യണം. ഹജ്ജിൻ്റെ മീക്കാത്തുകളായിട്ട് പല സ്ഥലങ്ങളിലുണ്ടല്ലോ, അവിടെയൊക്കെ പോയ ആളുകൾക്ക് അതറിയാം. മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാതെ അങ്ങോട്ട് വിട്ടുകടന്ന് മക്കയിലേക്ക് എത്തിയാൽ അവൻ പല കഫാറത്തുകൾ, അതിൻ്റെ പ്രയാശ്ചിത്തങ്ങളായി പലതും ചെയ്യണം. കാരണം എന്താ? അവൻ്റെ വരവ് ഒരു പരിഗണിച്ച രൂപത്തിലായിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ടപ്പെട്ട ഒരു ഗുരുവര്യന്മാരെ കാണാൻ പോവുകയാണ്, നമ്മൾ ഉസ്താദുമാരെ നമ്മൾ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ താമസിച്ചു നമ്മുടെ തറവാട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ എവിടെയുള്ള അവരെ കാണാൻ പോവുകയാണ്. അപ്പം നമ്മൾ പറയാണ്, ഞാൻ അങ്ങാടി സാധനം വാങ്ങാൻ വന്നതാണ്, അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് കയറിയതാണ്, ബാപ്പാൻ്റെ അടുത്ത് വന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ പിന്നെ പ്രത്യേകമായിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങൾ മാർക്കറ്റിലുണ്ടായിരുന്നു, അവിടെ വന്നതായിരുന്നു, അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് വന്നതാന്ന് പറഞ്ഞാൽ അവർക്ക് അത് സ്വീകാര്യമാകുമോ? ഒരു വെറുപ്പുണ്ടാവുക. എന്നതുപോലെ ഇപ്പം ഹജ്ജിനൊക്കെ മക്കത്തേക്ക് അവിടെ ബിസിനസ് എത്തിയപ്പോൾ പിന്നെ കാബത്തെ വാഫിന് അപ്പം ഇവിടെ എത്തിയപ്പോൾ ഒന്ന് വന്നതാണ്. ഇങ്ങനെ ആകാൻ പാടില്ല. പരിശുദ്ധ കാബയിലേക്കും ഉംറയിലേക്കും ഹജ്ജിലേക്കൊക്കെ വരുമ്പം അത് അതിനെ പരിഗണിച്ചുകൊണ്ട് വരണം. ആ കാര്യം ആർക്കും മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നതുപോലെ തന്നെ റമദാനു ഷരീഫിൻ്റെ പകലിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഈ പവിത്രമായിട്ടുള്ള പകലിൽ അങ്ങനൊരു ഇബാദത്ത് നമ്മളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നന്നായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഒരുക്കത്തോടു കൂടി തന്നെ ആ പകലിലേക്ക് പ്രവേശിക്കണം. അതാണ് ആ നീയത്തിൻ്റെയൊക്കെ പൊരുള്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അതിനെ കണക്കെടുത്ത് വൃത്തിയോടുകൂടി വരുമ്പോൾ പരിശുദ്ധമായ റമദാൻ, ആ നോമ്പും കാര്യങ്ങളും വളരെ മഹത്വമാണ്.
നോമ്പ് നോറ്റാൽ അതിനൊരുപാട് ഫളീലത്തുകളുണ്ട്. ആ ഫളീലത്തിലൊക്കെ എത്തിപ്പെടണമെങ്കിൽ അതിൻ്റെ ചിട്ടയിൽ നമ്മൾ ജീവിക്കുക നിർബന്ധമാണ്. എല്ലാ അമലിൻ്റെയും ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് മുഅ്മിനീങ്ങൾ തമ്മിലുള്ള സമ്പർക്കങ്ങളും അവരുടെ മാനസികമായിട്ടുള്ള ബന്ധങ്ങളും. തമ്മിൽ അനാവശ്യമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, തെറ്റുക, ഒരു മനപ്പൊരുത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, ഇങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ആളുകളുടെ അമലുകളൊന്നും സ്വീകരിക്കപ്പെടില്ല എന്നാണ് ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു റസൂൽ ഒരിക്കൽ ഒരു ഹൽക്കയിൽ ഇരിക്കുകയാണ്. സ്വഹാബത്ത് പറയുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു അബീ ഔഫ റളിയല്ലാഹു തആല അൻഹു കുന്നാ ജുലൂസൻ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹു റസൂലിന്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. ഫഖാല, ഉടനെ തന്നെ റസൂലുള്ളാഹിക്ക് എന്തോ ഒരു അസ്വസ്ഥത. സ്വഹാബത്തൊക്കെ ഇരിക്കുന്നുണ്ട്, അള്ളാഹു റസൂലിന്റെ സന്നിധിയിലല്ലേ ഇരിക്കണത്. ആ ഇരുത്തത്തിന്റെ മഹത്വം എത്രയാണ്, എന്തൊക്കെ ആവേശങ്ങളാണ്. പക്ഷേ റസൂലുള്ളാഹിക്ക് എന്തോ ഒരു ഇടങ്ങേറ് സദസ്യർക്കു തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റസൂലുള്ളാഹി പറയാം, ലാ യുജാലിസുനൽ യൗമ ഖാത്തിഉ റഹിമിൻ, ബന്ധം മുറിച്ച ആളുകൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അത് കുടുംബ ബന്ധം എന്ന് മാത്രമല്ല, ഇഖ്വാനീങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, തമ്മിൽ ഈമാനികമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, അതൊക്കെ എന്തോ പ്രശ്നങ്ങളാക്കി അങ്ങോട്ട് സ്നേഹമില്ലാതെ, ഒരു യഥാർത്ഥ മാനസിക ബന്ധമില്ലാതെ പിണക്കമോ വെറുപ്പോ ആ രൂപത്തിലുള്ള ആളുകൾ, അവനെ കണ്ടുകൂടായി, അവനോട് മിണ്ടിയൂടായി, ഈ രൂപത്തിലുള്ള ആളുകൾ റസൂലുള്ളാഹി പറയാം, അങ്ങനത്തെ ഒരൊറ്റ കുട്ടി ഇവിടെ ഇരിക്കാൻ പാടില്ല, ഇവിടെ ഇടങ്ങേറുണ്ട്. ഇത് അല്ലാഹു റസൂൽ പറഞ്ഞപ്പം ആ വിഷയത്തിന്റെ ഗൗരവം അവിടെയുള്ള ആളുകൾ ഉൾക്കൊണ്ടു. പെട്ടെന്ന് തന്നെ ആ കൂട്ടത്തിൽ ഫഖാമ ഫത മിനൽ ഹൽഖ, അവിടെ ആ സദസ്സിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. അയാൾ മെല്ലെ സമ്മതം വാങ്ങി അവിടുന്ന് പുറത്തു പോകുന്നു. എന്താ കാര്യം? അയാളെ ബന്ധുക്കളിൽ ഒരാളോട് പ്രത്യേകം പിണക്കത്തിലാണ്. ഉടനെ തന്നെ ആ സഹോദരിയുടെ അടുത്ത് പോയി, എന്നിട്ട് കത് കാന ബൈനഹുമ ബാഹുഷൈ, അവർക്കിടയിൽ കുടുംബത്തിലുള്ള ഒരു സഹോദരിയാണ്, അവർ തമ്മിലെന്തോ പിണക്കങ്ങളുണ്ടായിരുന്നു. ആ പിണക്കം പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ ഗൗരവം പറഞ്ഞത് കേട്ടപ്പോൾ എഴുന്നേറ്റ് പോയി അങ്ങോട്ടൊക്കെ പൊരുത്തപ്പെടിച്ച് മാപ്പാക്കി. ഫസ്തഗ്ഫറ ലഹാ വസ്തഗ്ഫറത് ലഹു, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് കൊടുത്ത് മാപ്പിനായി ദുആ ചെയ്തു. അങ്ങനെ അത് മസ്ലഹത്താക്കി. സുമ്മ ആദ ഇലൽ മജ്ലിസ്, പിന്നെ അയാൾ മജ്ലിസിലേക്ക്, അല്ലാഹു റസൂൽ ഇരിക്കുന്ന സഭയിലേക്ക് തന്നെ കടന്നു വരികയാണ്. ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹു റസൂൽ പറയാണ്, ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാത്തിഉ റഹിമിൻ. കണ്ടോ, നമ്മൾ റമദാന്റെ അവ്വലുഹു റഹ്മ, റഹ്മത്ത് നന്നായി ഇറങ്ങണ മാസാണിത്. അള്ളാഹുവിന്റെ റഹ്മത്ത് എത്ര വിശാലമാണ്. ആ റഹ്മത്ത് അത് ലഭിക്കുകയില്ല ആർക്ക്? തമ്മിലുള്ള ബന്ധം അകാരണമായി ദീന് അംഗീകരിക്കപ്പെടുന്ന കാരണം കൂടാതെ പിണങ്ങി നിൽക്കുന്നവർ, ബന്ധം മുറിച്ച ആളുകൾ, അവരുടെ ആ ഒരു അമലും സ്വീകരിക്കുകയില്ല എന്ന് ഹബീബായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ റമദാന്റെ റഹ്മത്താണ്, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് നേടാൻ നമ്മുടെ ഒരു മാനസികാവസ്ഥകൾ എപ്പോഴും നന്നായിരിക്കണം. ആരോടും വെറുതെ പിണങ്ങാൻ പോകരുത്. പിണക്കത്തിന് ഇസ്ലാം പറഞ്ഞ ചില കാരണങ്ങളുണ്ടാവും. ഇപ്പം അള്ളാന്റെ ആ മശായിഖന്മാർ, അമ്പിയാക്കളെയും അതുപോലെ തന്നെ ഔലിയാക്കളെയൊക്കെ ചീത്ത പറയുന്ന ആള്, അയാളോട് നമ്മൾ പിണങ്ങും. ആ പിണക്കത്തിനാണ് കൂലി. അവരുടെ കൂട്ടുകൂടാൻ പോയാൽ അവർക്ക് പിന്നെ അദാബാണ്. അവിടെ ഓട്ടോമാറ്റിക് പിണങ്ങും, പിണങ്ങി പോകണം. ആ പിണക്കത്തിനല്ല പ്രശ്നം. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഒരു മനസ്സിന് ഒരു പൊരുത്തല്ലായി. നിസ്കരിക്കാൻ സൊഫിൽ നമ്മൾ തറാവീന് വലിയ ആവേശിച്ച് വരികയാണ്, ഒക്കെ വന്നതാണ്. പക്ഷേ സൊഫിന്റെ അങ്ങേ തലക്കൽ വേറൊരുത്തനെ കണ്ടു. അപ്പോൾ തന്നെ അവനെ പറ്റായി. ആ സൊഫ് മുഴുവൻ വെള്ളത്തിലായി ഇവർ കാരണം കൊണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ അമലിലും, നോമ്പാകട്ടെ, നിസ്കാരമാകട്ടെ, മറ്റു ഏത് കർമ്മങ്ങളാകട്ടെ, അതെല്ലാം സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മുഅ്മിനീങ്ങൾ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും.
ഖുർആന്റെ പ്രത്യേകമായിട്ടുള്ള ആഹ്വാനമാണ്, കൽപ്പനയാണ്. ഈമാൻ കൊണ്ട ആളുകൾ, അതൊരു കുടുംബബന്ധം മാത്രമല്ല, ബാപ്പാ മകൻ എന്നുള്ള ആ ഒരു കുടുംബബന്ധം, മുലകുടി ബന്ധോ വിവാഹബന്ധോ മാത്രമല്ല, അതിനേക്കാൾ മീതയാണ് ഏത്? ഈമാനികമായിട്ടുള്ള ബന്ധം. ഇപ്പൊ നമ്മളൊക്കെ പല മശായിഖന്മാരെ ഹദ്റത്തിൽ കൂടുന്നു. ഇപ്പൊ സ്വഹാബത്തിന്റെ ചരിത്രം നോക്കൂ. സ്വഹാബാക്കൾ തമ്മിലുള്ള ബന്ധം അവരുടെ കുടുംബബന്ധോ വിവാഹബന്ധോ അല്ല അവിടെ ഏറ്റവും പ്രധാനം. അവരെല്ലാം അള്ളാഹുവിന്റെ റസൂലിനെ ഉൾക്കൊണ്ടു വിശ്വസിച്ചു എന്നതിൻ്റെ പേരിലുള്ള ഒരു ബന്ധം അവിടെയുണ്ട്. അതാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹ് നിശ്ചയിച്ച ആളുകളെ വിശ്വസിച്ച ആളുകൾ, ആ വിശ്വാസത്തിലൂടെ കൂട്ടുകെട്ടായ ആളുകൾ, അവരുടെ ആ ബന്ധം ഏറ്റവും പ്രധാനമാണ്. അതിൽ ഇടർച്ചകൾ ഉണ്ടാകാൻ പാടില്ല. വല്ലതും എപ്പോഴും സംഭവിച്ചോ പെട്ടെന്നതൊക്കെ മാപ്പാക്കി ക്ലിയർ ആകണം. ഇല്ല എങ്കിൽ അവരുടെ ഒരു ഇബാദത്തും സ്വീകരിക്കുകയില്ല എന്ന് ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. അവിടെ തന്നെയാണ് ആ ബന്ധങ്ങളൊക്കെ. ആ ബന്ധങ്ങളെ നിലനിർത്തി തന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമ്മളിങ്ങനെ വള്ളം വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു ചെടിയോ മറ്റോ ഒക്കെ കുഴിച്ചിട്ടാൽ അതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, വളമിട്ട് കൊടുക്കുന്നു. ഇതുപോലെ തന്നെ എന്തിനാ? അത് അതിൻ്റെ ആ പച്ചപ്പ് നഷ്ടപ്പെടാതിരിക്കാനാണ്. കുറച്ച് ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, പിന്നെ അത് ഉണങ്ങിപ്പോകും. പിന്നെ അതിനൊരു മൂർച്ചമുണ്ടാകില്ല, ഒരു വളർച്ച ഉണ്ടാകുകയില്ല. ഈ രൂപത്തിൽ നമ്മളിടയിലുള്ള ബന്ധങ്ങൾ, ഇഖ്വാനീങ്ങൾ തമ്മിലുള്ള ബന്ധം, അതിനെ നമ്മൾ അതിനു വേണ്ട വെള്ളവും വളങ്ങളും അതിനു വേണ്ട എല്ലാ പ്രചോദനങ്ങളും നൽകിക്കൊണ്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അതിനാ റസൂലുള്ള പല കാര്യങ്ങളും പറഞ്ഞു. ഇപ്പം നമ്മൾ സലാം പറയല്ലോ, അഫ്ഷുസ്സലാമ ബൈനക്കും. മുഅ്മിനീങ്ങൾ തമ്മിൽ കാണുമ്പോൾ നല്ലക്ക് സലാം പറയാ, ഒന്ന് പുഞ്ചിരിക്കുക. എന്നാൽ അത് നിങ്ങൾക്കിടയിലുള്ള മഹബത്ത്, ആ സൗഹൃദം, സ്നേഹം അത് ഊട്ടിയുറപ്പിക്കും. അത് മുറിയാതെ മുന്നോട്ട് നിന്ന് കിട്ടാൻ അത് വലിയ കാരണമാകുന്നു സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ചെറിയൊരു കാര്യമാണ്, പക്ഷേ നമ്മൾ തള്ളിപ്പോകരുത്. തമ്മിൽ കാണുമ്പോഴൊക്കെ ഒരു സന്തോഷത്തോടു കൂടി സലാം പറഞ്ഞു നോക്കി നിങ്ങൾ. അപ്പോൾ അതൊരു സലാമാകണം, അല്ലാതെ എന്തോ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതൊരു പറയുമ്പം തന്നെ അതിനൊക്കെണ്ടാകുമ്പോൾ ആ തമ്മിലുള്ളൊരു മഹബത്ത് അതിലൂടെ വീണ്ടും വീണ്ടും കൂട്ടപ്പെടും. അങ്ങനെ അതിനെ നമ്മൾ നിലനിർത്തണം. അതുകൊണ്ടേ നമ്മുടെ ഈമാൻ എന്നുള്ള ആ വിഷയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അള്ളാഹു റസൂല് പഠിപ്പിച്ച ഓരോ കാര്യം അതിനെ നമ്മൾ നിസാരാക്കി തള്ളാൻ പാടില്ല. ഒരിക്കൽ ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ എന്നൊരു പറയുന്ന സംഭവമാണ്. ഒരാൾ മുത്തുനബിന്റെ അടുത്ത് വന്നു. ജാബിർ എന്നൊരു കാണേണ്ട അയാൾ വരുന്നത്. അയാൾ വന്നിട്ട് പറയാണ്, ഫഖാല ഇന്നലി ഫുലാനിൻ ഫി ഹാഇത്തി ഇസ്ഖാ ഫി ഹാഇത്തി ഇസ്ഖൻ. മുത്തുനബി ആ മറ്റേ ഒരാളെ പേര് പറഞ്ഞു. അവനിക്കുണ്ട് ഒരു മരണ്ട്, അവൻ്റെ പറമ്പിലാണ്. പക്ഷേ അത് എൻ്റെ ചുമരിനോട് ചേർന്ന് നിൽക്കുകയാണ്, അതിർത്തിയിലുള്ള മരാണ്. വൈന്നഹൂക്കത് ആദാനി, അതുകൊണ്ട് ഇപ്പം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. മരം നിൽക്കണത് ഓൻ്റെ പറമ്പിലാണ്, പക്ഷെ അതിൻ്റെ കമ്പും ചുള്ളി അതെല്ലാം കൂടി വളഞ്ഞ് നമ്മളെ പെരമക്കും നമ്മളെ വീട്ടിക്കും ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പലയിടത്തും ഉണ്ടാകണ കേസാ അത്. ഒന്നും ആണ്ട് ഈ പ്രശ്നം പറമ്പിലാണ്, ഓൻ്റെ പറമ്പിലാണ് മരം, തെങ്ങ് ഓൻ്റെ പറമ്പിലാണ്, തേങ്ങ മുഴുവൻ നമ്മളെ മുറ്റത്തേക്കാണ്. അത് ഓടിട്ട പേരാണെങ്കിൽ എത്ര വട്ടാണ് അതിൻ്റെ ഓട് പുട്ടാൻ നോക്കിയിട്ട് കാര്യമില്ല, മട്ടലിങ്ങോട്ട് പോകും. അതല്ലെങ്കിൽ ഒരു കാറ്റടിച്ച ഒരുപാട് ഇല കൊഴിഞ്ഞു പോകും. ഫുള്ള് നമ്മുടെ മുറ്റത്താണ്. അവിടെ മരുമകളും അമ്മായിമ്മയും രണ്ടു കൂട്ടരും അടിച്ചേരിയാൽ ഇതിൻ്റെ ചമ്മൽ തീരൂല. ഇത് മറ്റുള്ളവൻ മരാണ്, അതിൻ്റെ കമ്പ് മുറിച്ചാൽ പിന്നെ പ്രശ്നമായി. എന്നത് കണ്ടറിഞ്ഞിട്ട് മറ്റവനെന്തെങ്കിലും ചെയ്യോ? ഓനത് ചെയ്യൂല. പലയിടത്തും ഉണ്ടാകുന്ന പ്രശ്നം പഴയ കാലത്തുള്ള പ്രശ്നമാണ്. അത്തരം വിഷയങ്ങളൊക്കെ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണുണ്ടായത്, ബുദ്ധിമുട്ട് നമ്മളെ കൊണ്ട് ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൂങ്ങി നിൽക്കുന്ന കമ്പുകളൊക്കെ വെട്ടിക്കൊടുക്കുന്നത് ഉടമക്കാരൻ്റെ പണിയാണ്. അല്ലാതെ എൻ്റെ പറമ്പിലാണ് എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കാൻ പറ്റൂലേ. ഇതുപോലത്തെ ഒരു പ്രശ്നം ഇയാൾ വന്ന് പറഞ്ഞു, വശക്കാലയ്യ മക്കാനു ഇദ്ഖിഹി, അതുകൊണ്ട് എനിക്കും അല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് മുത്തുനബിയെ. പലപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചൊന്നും തീരുമാനമായിട്ടില്ല, തങ്ങളോട് ഞാൻ ആ പരാതി പറയാണ്. ഫഅർസല ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ മുത്തുനബി അയാളുടെ അടുത്തേക്ക് ആളെ വിട്ടു, അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക.
അപ്പോൾ റസൂൽ ഫക്കാല ബിഅനി ഇദ്ഖക അല്ലദീ ഫീ ഹായിത്തി ഫുലാൻ. റസൂൽ നോക്കി, അയാളെക്കുറിച്ച് മനസ്സിലായി. അയാളോട് പെട്ടെന്ന് എന്തോ പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അള്ളാഹ് റസൂൽ പറഞ്ഞു, യാ തേക്ക് ഇങ്ങോട്ട് വിറ്റാലാ, ആ തെങ്ങ് എനിക്കിട്ട് തന്നാളാ, ബിഅനി അത് എനിക്കിട്ട് വിറ്റാളാ, ഞാനത് വാങ്ങാം, അത്ര സംഖ്യയൊക്കെ പറഞ്ഞു റസൂൽ പറയാം. അപ്പോൾ റസൂൽ കാലല്ല, ഞാനത് വിൽക്കണില്ലായിരുന്നു. അപ്പോൾ റസൂൽ മനസ്സിലാക്കി, ഇന്ന് അയാൾ റസൂലെ ചോദിച്ചുകൊണ്ട് ഇനിയിപ്പോൾ വിൽപ്പന നടത്തണില്ല, വെറുതെ തരാനുള്ള തീരുമാനം. ഫഹബുഹൂലി റസൂൽ, എന്നാ പിന്നെ ജോസാരമായി തന്നാളാ. പക്കായ അത് തീരല്ല ഇയാൾ. അപ്പം റസൂൽ ഇയാൾ ആള് മുഅ്മിനാണ്. ഏത് മുഅ്മിനായാലും മുതലുമേലൊരു വേറെ ഈമാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ റസൂൽ ഇയാളുടെ ഫിൽ ജന്ന, നീ ആ മരം അതെനിക്ക് വിറ്റേക്ക്, സ്വർഗത്തിൽ ഇതിന് പകരമായിട്ട് ഞാൻ എനിക്ക് വേറെ തരും എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്നതിന് ഗുണമായിട്ട് എനിക്ക് പരലോകത്ത് വലിയ നന്മ ഉണ്ടാവും എന്ന അർത്ഥത്തിൽ റസൂലുള്ള അയാളോട് പറയാണ്. അത്രത്തോളം അയാളോട് പറഞ്ഞു നോക്കി. കാലല, ഇയാളായിരുന്നു തയ്യാറായില്ല. ഇയാൾ എന്തായാലും ആ മരം വിടൂല. കടുത്ത വാശി. ഈ മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. എന്താണ് ഇപ്പം ഇയാളെ ചെയ്യുക? എത്രയാണ് അതിൻ്റെ പ്രയാസം? അള്ളാൻ റസൂൽ വരെ ഇടപെട്ടിട്ടു ഇയാൾ അനങ്ങിയിട്ടില്ല. ഫഖാർ റസൂലുള്ള, ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അവിടെ ആ വാക്ക് നോക്കി, മാ റഅയ്തുല്ലദീ ഹുവ അബ്ഖലു മിൻക ഇല്ലല്ലദീ യബ്ഖലു ബിസ്സലാം. എത്ര കടുപ്പപ്പെട്ടൊരു പിശുക്കനാണ്. എന്നാ അന്നേക്കാൾ വലിയൊരു പിശുക്കുണ്ട്. ആരാണ്? ഓഹോ യബ്ഖലു ബിസ്സലാം, സലാം പറയാൻ പിശുക്കൻ തരം കാണിക്കുന്ന ആള് എന്ന് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. അപ്പൊ ഈ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ റസൂൽ അവിടെ അതിൻ്റെ അവസാനം പഠിപ്പിക്കണത് എന്താണ്? തമ്മിൽ കാണുന്ന സമയത്തൊക്കെ സലാം പറയാനും ഒന്ന് ചിരിക്കാനൊക്കെ മനസ്സില്ലാത്ത മനുഷ്യൻ, ഈ മനുഷ്യനേക്കാൾ ബഹീലാണ്. ഇയാളിപ്പോൾ വല്ലാത്ത പിശുക്കാണല്ലോ കാണിച്ച്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും റസൂല് പറഞ്ഞിട്ട് പോലും ഇയാൾ അനങ്ങിയിട്ടില്ല. പക്ഷെ ഇയാളേക്കാൾ വലിയ പിശുക്കനാണ്, സലാം പറയാൻ പിശുക്ക് കാട്ടുന്ന ആള്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സലാമിൻ്റെ ഒരു മഹത്വം അതെന്തിനു വേണ്ടി റസൂൽ പലതും പറഞ്ഞു. മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നൊരു കാര്യമാണ് സലാം. അറബികളുടെ ഇടയിലൊക്കെ നമ്മൾ പോയാൽ അവരുടെ പ്രത്യേക ശൈലിയാണ്. അവിടുത്തെ പോലീസുമാർ വന്ന് തന്നെ കുറ്റവാളിയോടൊക്കെ പറഞ്ഞാൽ അബ്ദല്ലാ സലാം അലൈക്കും എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ഒരു മാനസികമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞതിൻ്റെ അനുഭവം നമ്മളവിടെ നമുക്ക് പ്രത്യേകം എഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇബാദത്തുകൾ, നോമ്പാകട്ടെ, നിസ്കാരാകട്ടെ, ഏത് കർമ്മമാകട്ടെ, ഇത് സ്വീകരിക്കാൻ ഒരുപാട് ഷർത്തുകളുണ്ടാവും. ഇപ്പം നിസ്കാരമാണെങ്കിൽ അതിന് ഉളു വേണം, പിന്നെ ഔറത്ത് മറക്കുക, സ്ഥലം ശുദ്ധിയാകുക, ഇങ്ങനെ പലതും നമ്മളതിൻ്റെ വിഷയങ്ങൾ പറയും. ഇതൊക്കെ അതിൻ്റെ ഓരോ നിബന്ധനകളാണെങ്കിൽ ഈ നിബന്ധനകൾക്കെല്ലാം നിബന്ധനയായി ഉള്ളിലൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മുഅ്മിനീങ്ങളുടെ മാനസികമായിട്ടുള്ള തമ്മിലുള്ള പൊരുത്തങ്ങൾ. അതില്ലാത്ത ഒരാൾക്ക് ഇനി എത്ര റമദാൻ വന്നാലും ശരി, റമദാന്റെ ഏത് 10-ലായാലും ശരി, ലൈലത്തുൽ ഖദ്റിന്റെ രാവിലായാൽ പോലും ഒരു അമലും അയാളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അപ്പം അങ്ങനത്തെ പിണക്കങ്ങളും മറ്റൊന്നും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. വല്ലതും ഉണ്ടായോ രണ്ട് ഭാഗത്തും പെട്ടെന്ന് വിനയത്വം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും മാപ്പാക്കാനും മറക്കുവാനും നമ്മൾ തയ്യാറാകണം. അതതിൻ്റെ പ്രധാനപ്പെട്ടൊരു നിബന്ധനയാണ്. ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രത്യേകം പഠിപ്പിച്ചതാണ്. ഓരോ ഘട്ടങ്ങൾ നമ്മൾക്ക് മുൻകാലത്തെ റമദാന് പോലല്ല. പുതിയ പുതിയ കാലങ്ങൾ വരുമ്പം ഈമാനിൻ്റെ അളവിൽ ജീവിക്കുവാനൊക്കെ വല്ലാതെ പ്രയാസങ്ങൾ നേരിടുന്ന സന്ദർഭങ്ങളായിരിക്കും. എത്ര തന്നെ നമ്മൾ മെനക്കെട്ടാലും ഹൈറ് ചെയ്യാൻ പ്രയാസങ്ങൾ കൂടുതലുണ്ടാകണ കാലഘട്ടമായിരിക്കും. അവിടെയെല്ലാം നന്നായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഓരോ സമയങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഖുർആൻ പാരായണം അതിൽ വളരെ പ്രധാനമാണ്. റമദാൻ ഷരീഫായിട്ട് വല്ലാത്ത ബന്ധമുള്ളതാണ്. അതതിൻ്റെ റാഹത്തോടു കൂടി ഓതുന്ന അവസ്ഥ നമുക്കുണ്ടാകുക. ഖുർആനോട് നമുക്കൊരു മഹത്വം, സ്നേഹങ്ങൾ ഉണ്ടാകുക. അതുപോലെ ഓരോ 10-ൽ പറയപ്പെട്ട ദിക്റുകൾ ഇതൊക്കെ നമ്മൾ ചെയ്യുക, ചൊല്ലുക. അതോടൊപ്പം ഇതൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും ചെയ്യുമ്പോഴും ഞാനിപ്പോൾ എന്തൊക്കെയോ റമദാനിൽ ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ തരക്കടില്ല, ഉഷാറാണ് എന്നുള്ള ബോധങ്ങളോ അങ്ങനത്തെ ചിന്തകളോ ഒന്നും നമ്മെ പിടികൂടാൻ പാടില്ല. നോമ്പും നമ്മുടെ വീടുകളിൽ നോമ്പ് തുറ
അതുപോലുള്ള കർമ്മങ്ങൾ. പരിശുദ്ധ റമദാന്റെ ഓരോ ഘട്ടം നോക്കൂ നിങ്ങൾ. ഈ നോമ്പ് തന്നെ ആയാൽ എന്താണ് അതിൻ്റെയൊക്കെ ആവേശം? നോമ്പുതറകൾ എത്ര സജീവമായിട്ടാണ് നടക്കുന്നത്. മൻ ഫത്തറ സായിമൻ, അള്ളാഹു റസൂല് പറഞ്ഞല്ലോ, ഒരു നോമ്പുകാരൻ നോമ്പ് തുറപ്പിച്ചാൽ വലിയ പുണ്യാണ്. പരിശുദ്ധ റമദാനിൽ ആരെങ്കിലും ഒരാളൊക്കെ ഒന്ന് നല്ലൽക്ക് നോമ്പ് തുറപ്പിക്കാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. മുൻകാലത്ത് അതൊക്കെ അത് വലിയ ആവേശങ്ങളായിരുന്നു. നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ വേണ്ടപ്പെട്ട ആളുകളെയും ഒക്കെ ചെറുതോ വലുതോ ആയ രൂപത്തിൽ നോമ്പ് തുറ, അതിലൊക്കെ വീട്ടുകാരുടെ പങ്കാളിത്തം പ്രധാനമാണ്. ഇന്നിപ്പോൾ നമ്മൾ ചില ആളുകൾ നോമ്പ് തുറക്കാൻ വിളിക്കും, ഫുള്ള് നമ്മൾ ഹോട്ടലിലോ മറ്റോ ബുക്ക് ചെയ്ത് അതിൽ വീട്ടുകാർക്ക് പ്രത്യേകമായിട്ടുള്ള ഇടപെടലൊന്നുമില്ല. ഇങ്ങനൊന്നും ആകരുത്. അതൊക്കെ അതിൻ്റേതൊരു മഹത്വം ഉണ്ടല്ലോ. നമ്മുടെ കൈകൾ അതിലൊക്കെ ഉണ്ടാകണം, നമ്മളൊരു ഇടപെടൽ അതിലുണ്ടാകണം. അപ്പോഴാണ് അതിൽ ബറക്കത്തുണ്ടാകുക. അതുപോലെ തന്നെ വീട്ടിൽ മാതാപിതാക്കളും മക്കളൊക്കെ ആ ഇഫ്താറിൻ്റെ സമയം, നോമ്പ് തുറൻ്റെ സമയം പ്രധാനപ്പെട്ട ഉത്തരം ലഭിക്കുന്ന സമയമാണെന്ന് ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. നോക്കൂ, നിങ്ങൾ റമദാനാകുമ്പോൾ നമ്മളെ വീട്ടിലെ മക്കളൊക്കെ നോക്കൂ. ചെറിയ കുട്ടികളൊക്കെ പറയല്ലോ, അത്താഴത്തിന് വിളിക്കണട്ടാ, വിളിക്കാഞ്ഞാൽ പിറ്റേ പകലിൽ അവർ നമ്മോട് കച്ചറുണ്ടാക്കുകയാണ്. എന്തൊരു കഴിവാണ് ഈ മാസത്തിൽ ആ മക്കൾക്കൊക്കെ റഹ്മത്തും പറക്കത്തും ഇവിടെ ഇറങ്ങുന്നു എന്നതിൻ്റെ വലിയ തെളിവല്ലേ. നമ്മൾ വലിയ ആൾക്കാർ നോമ്പ് നോക്കുന്നതിൽ വലിയ പവർ പറയണ്ടോ? ചെറിയ മക്കൾ, 4ഉം 5ഉം ഒക്കെ വയസ്സുള്ള മക്കൾ, ചെറിയ മക്കൾ, അവരൊക്കെയും ഈ സമയം സുബിഹി മുതൽ മഗ്രിബ് വരെ അവരും ഒന്നും കഴിക്കാതെ നിൽക്കേണ്ടത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർക്കൊരാവേശമാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. കണ്ടോ, ഫിത്രത്തുല്ലാഹില്ല, ഫിത്രത്തുൽ ഇസ്ലാം, പരിശുദ്ധമായ ആ ഒരു ഇസ്ലാമിൻ്റെ ഫിത്രത്തിൽ മക്കളൊക്കെ ഉണ്ട്. അങ്ങനത്തെ മക്കൾക്ക് നമ്മൾ ആവേശം കൊടുക്കണം. അതിനാണ് നമ്മൾ അവർക്ക് പല സമ്മാനങ്ങളും കൊടുക്കേണ്ടത്. നല്ല നല്ല അവർക്ക് പ്രചോദനങ്ങൾ കൂട്ടിക്കൊടുക്കണം. അതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ആ മക്കളൊക്കെ നോമ്പ് നോറ്റ സമയം, നോമ്പ് തുറൻ്റെ സമയം അവർക്കൊക്കെ നല്ലൊരു ആവേശം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണം. ഒരുമിച്ച് തന്നെ നോമ്പ് തുറക്കുക. ഉമ്മാരും ഉപ്പാരും മക്കളൊക്കെ നോമ്പ് തുറൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ അവിടേക്ക് ഒന്ന് ഇരിക്കുക. മക്കൾക്ക് നോമ്പിനെക്കുറിച്ചും ഇഫ്താറിനെക്കുറിച്ചൊക്കെ നല്ല സംസാരങ്ങൾ കൊടുക്കുക. അവിടെ പ്രത്യേക ദുആ ഉണ്ടാകുക. പഴയ കാലത്തെ ചില ഉപ്പമാരൊക്കെ ഉസ്താദുമാരിൽ നിന്നൊക്കെ അനുഭവിച്ചതിൻ്റെ പഠനങ്ങളാവും. അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ആ നോമ്പ് തുറന്നെ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം മഹാന്മാരായ സ്വഹാബാക്കളൊക്കെ പലരും ദുആ നടത്തുന്ന. കാരണം ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഇഫ്താറിൻ്റെ നേരം പ്രത്യേകം ദുആക്കുത്തരമുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബാക്കൾ പ്രധാനിയാണ്. അങ്ങനെയുള്ള മഹാന്മാരൊക്കെ ബാങ്ക് മഗ്രിബിൻ്റെ സമയം, നോമ്പ് തുറക്കാനാകുന്ന സമയം കരഞ്ഞുകൊണ്ട്, പടച്ചോനെ നോമ്പ് കബൂലാക്കണേ, വീഴ്ചകൾ മാപ്പാക്കണേ, ഒരുപാട് ദോഷങ്ങൾ വന്നു പോയിട്ടുണ്ട്, ഒക്കെ പൊരുത്തപ്പെട്ട് തരണേ, മാപ്പാക്കി തരണേ എന്ന് ദുആ ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാം. നമ്മുടെ മക്കളൊക്കെ ഇരുത്തി അവരൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങനെ ചെറിയ ദുആകൾ, ഈ കുട്ടികൾക്കത് പാഠമാകും. അള്ളാഹിൻ്റെ ബറക്കത്തും റഹ്മത്തും നോട്ടം നമ്മളെ വീട്ടിൽ കൂടുതലായിട്ടുണ്ടാവും. മലായിക്കത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ പരിശുദ്ധമായ റമദാൻ കൂടുതൽ കൂടുതൽ സമ്പന്നമാക്കി സമ്പുഷ്ടമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാകണം. ഭാര്യമാര്, ഭർത്താക്കന്മാർ അവരൊക്കെ പ്രത്യേകം അങ്ങോട്ടും ഇങ്ങോട്ടും റമദാനു ശരീഫിൽ ആ ഒരു നല്ല ബന്ധങ്ങളിൽ ഒരു പിണക്കങ്ങളും ഉണ്ടാകാൻ പാടില്ല. ഭാര്യ ഭർത്തൃ ജീവിതത്തിലൊക്കെ പലതും ഉണ്ടാവുമല്ലോ. പക്ഷേ റമദാനു ശരീഫിൽ നമ്മൾ ഒന്ന് മാറി നല്ലൊരു സ്വഭാവത്തിലേക്ക് വന്ന് പിന്നീട് റമദാൻ അല്ലാത്ത മാസങ്ങളിലും ആ ഒരു വൃത്തിയിലും ശുദ്ധിയിലും മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണം. വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവും, ഭാര്യമാർ നോമ്പ് തുറക്കാനൊക്കെ ഉണ്ടാക്കി വന്നാലും ആ പഴയ ശൈലിയിലൊക്കെ പറയും, ഇതാ നീ ഉണ്ടാക്കിയ കറി, ഇന്നിപ്പോൾ എന്താ ഉള്ളത് എന്നൊരു ബഹളം വെക്കുന്ന സ്വഭാവം. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു ശ്രദ്ധ ഉണ്ടായി തമ്മിലുള്ള ബന്ധങ്ങളും ആ ഒരു അടുപ്പങ്ങളും കൂട്ടി അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും അതുപോലെ തന്നെ ഇത്തുക്കും നേടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മൾ എത്തിപ്പെടണം. പരിശുദ്ധ റമദാനിൻ്റെ നടുവിലെ 10 അതിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. മഗ്ഫിറത്തിൻ്റെ 10ആണ്.
അള്ളാഹു നന്നായി ദോഷം പൊറുക്കുന്ന 10. അള്ളാഹിന്റെ റഹ്മത്തും മഗ്ഫിറത്തും വളരെ വലുതാണ്. ഹദീസുകളിൽ അത് ധാരാളമായി കാണാൻ പറ്റും. എത്രയാണ് അതിൻ്റെയൊക്കെ പെരുപ്പം. ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, നരകത്തിൽ നിന്ന് അവസാനം മോചിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ആ മനുഷ്യന്മാരെ കഥ അള്ളാഹ് റസൂല് പറയാണ്. അവർ മുഅ്മിനീങ്ങളാണ്. പക്ഷെ അവരിൽ വന്നുപോയ പല ദോഷം കാരണത്താൽ കുറെ കാലം അവർ നരകത്തിലാണ്. പക്ഷെ അവർ വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ കടത്തപ്പെടും. അങ്ങനെ അവരെ സ്വർഗത്തിലേക്ക് കടത്തപ്പെടുന്ന ആ ഘട്ടം അള്ളാഹ് റസൂല് പറയുന്നുണ്ട്. അത്തരം ആളുകളെ മുന്നിൽ നിർത്തി അവർ ചെയ്ത ചെറിയ ചെറിയ ദോഷങ്ങൾ അവർക്ക് കാണിക്കപ്പെടും. അപ്പം ഈ മനുഷ്യന്മാർ ഇതുവരെ നരകത്തിലാണ്. അവരെ പിന്നീടും കോടതിക്ക് കൊണ്ടുവരികയാണ്. അവർ ചെയ്ത ദോഷങ്ങൾ ശരിക്കും ലൈവായിട്ട് കാണുമല്ലോ. നമ്മുടെ ഇന്നത്തെ ഭൗതികമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് തെളിയിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും പറഞ്ഞതും ചെയ്തതും നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. അതിൻ്റെ ക്ലിപ്പ് നമ്മളെ മുന്നിൽ എത്തിപ്പെടും. അതാ കാലം. എങ്കിൽ ഇതിനേക്കാൾ ഗൗരവമായി കൃത്യമായിട്ടുള്ള കണക്കും അതിൻ്റെ പ്രദർശനങ്ങളും എല്ലാം മഹ്ശറയിൽ നടക്കും. ഈ മനുഷ്യന്മാരെ കൊണ്ടുവന്നിട്ട് അവർ ചെയ്ത ചെറിയ ദോഷമാണ് ആദ്യം കാണിക്കുന്നത്. ഇത് നീ ചെയ്തതല്ലേ. അയാൾ പേടിച്ചു പോകാൻ റസൂല് പറയാണ്. നിഷേധിക്കാൻ പറ്റൂല. അയാൾ ബേജാറായി ഞാൻ ചെയ്തത് തന്നെയാണ്. ഈ സമ്മതിക്കലോട് കൂടെ അയാൾ ആലോചിക്കാണ്, പടച്ചോനെ ഇത് തന്നെ പിടിച്ചോ, ഇനിയിപ്പം ഞാൻ ചെയ്ത വേറെ വലുതൊക്കെ ഉണ്ടല്ലോ എന്നാ വലിയ ദോഷങ്ങൾ ആലോചിച്ച് ഇയാൾ പേടിച്ച് വിറച്ചു നിൽക്കുന്ന ആ ഒരു ഘട്ടം അള്ളാന്റെ ഭാഗത്ത് നിന്ന് ഇത് കാണിപ്പിച്ചിട്ട് അയാൾക്ക് പിന്നെ തിരിച്ച് അയാളോട് പറയാണ്, ഞാനത് മാപ്പാക്കിയിട്ടുണ്ട് ട്ടോ. ഈ സമയം ഈ മനുഷ്യൻ പെട്ടെന്ന് ദിശ മാറുകയാണ്. അയാൾ പറയാണ്, മാപ്പാക്കിയോ? എന്നാൽ വലുത് വേറുണ്ട്. അതൊക്കെ ഇവിടെ അയാൾ ചെയ്ത ദോഷങ്ങൾ അയാൾ പിന്നെ എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിന്റെ വിശാലത കൊണ്ടിട്ട് ഈ രൂപത്തിൽ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുന്നവരാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ കരുണ വിശാലമാണ്. ലാ തഖനതു മിർ റഹ്മത്തില്ലാ. എത്ര ആയത്തുകളിലാണ്, ഹദീസുകളിലാണ്, വിശുദ്ധമായ ഖുർആനിൽ ആ കാര്യം ബോധിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയാൻ പാടില്ല. ഒരാളും മുറിയാൻ പാടില്ല. എത്ര വലിയ ദോഷം ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം മാപ്പാക്കുന്നവരാണ്. അങ്ങനെ അതൊന്നും എനിക്ക് അള്ളാഹ് മാപ്പാക്കൂല, അള്ളാഹു എനിക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തരൂല എന്ന് ചിന്തിക്കുന്ന ആളുകളോടാണ് അള്ളാഹ്ക്ക് വെറുപ്പ് എന്നാണ് ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ ആ മഗ്ഫിറത്തിന്റെ 10 ഇതൊക്കെ നമുക്ക് ദോഷങ്ങൾ പൊറുക്കും. ഇതിനൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സ് വെച്ച് തേടിക്കൊണ്ടിരിക്കുന്ന പകലും രാവുകളുമായി പരിശുദ്ധ റമദാൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. റമദാനിൻ്റെ രാത്രികൾ നമ്മളെന്തോ കുറേ ഭക്ഷണം കഴിച്ച് മൊത്തത്തിൽ ഉറങ്ങിപ്പോകുന്ന അവസ്ഥകളൊക്കെ ഒഴിവാക്കി ഒറ്റയ്ക്കിരുന്നും അതുപോലെ സംഘം ചേർന്നും ദുആ ചെയ്യുന്ന അവസ്ഥകളുണ്ടായി. മലായിക്കത്തൊക്കെ കണക്കെടുപ്പ് നടത്തുമ്പോൾ നല്ല എഴുത്തുകൾ നമുക്കുണ്ടാകണം. ആ ഒരു രൂപത്തിലായി നമ്മൾ മാറണം. മശായിഖന്മാർ അവരാണ് ഇതിൻ്റെയൊക്കെ ചുക്കാൻ പിടിക്കുക. ഓരോ കാലഘട്ടത്തിലും അള്ളാഹിൻ്റെ മശായിഖന്മാർ ഇവിടെ ഉണ്ട്. അവരാണ് ഓരോരുത്തർക്കും റമദാൻ അനുകൂലമായി വിധിക്കുന്നതും പ്രതികൂലമായി വിധിക്കുന്നതും അവരുടെ കരങ്ങളിലാണ്. ആ മശായിഖന്മാരുടെ പൊരുത്തത്തിലായി നമ്മുടെ ഓരോ ഘട്ടങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പറയാണ്, ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ളാഹി അങ്ങനെ പറയണ കേട്ടിട്ട് എനിക്ക് വല്ലാത്ത ബേജാറായി. അള്ളാഹു റസൂൽ ദജ്ജാലിനെ കുറിച്ച് പറയാണല്ലോ, അതിൻ്റെ മുന്നപ്പ ദജ്ജാലിനെ കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ലല്ലോ. റസൂലുള്ളാഹി വിഷയം അങ്ങനെ പറയുമ്പോൾ നേർക്കുനേരെ കേൾക്കണ സ്വഹാബത്ത് അവർ പുതിയൊരു വാർത്ത കേൾക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം എത്ര ഉണ്ടായിരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊക്കെ ഇത് കേട്ട് ഒരിക്കൽ ദജ്ജാലിനെ കാണാൻ പോയ സംഭവങ്ങൾ വരെ ഉണ്ട്. അതായത് ഈ ദജ്ജാൽ ജനിച്ച ഉടനെയുള്ള കാലഘട്ടമാണത്. അപ്പോൾ അള്ളാഹു റസൂൽ അതിനെക്കുറിച്ച് ഇങ്ങനെ വിവരം പറയുന്നുണ്ട്. ദജ്ജാലിൻ്റെ ഫിത്നയും ദജ്ജാലുമായി ബന്ധപ്പെട്ട ഷെറുകളും ഒക്കെയും പറഞ്ഞ് സ്വഹാബത്ത് ഇതിങ്ങനെ കേട്ട് വല്ലാത്ത ബേജാറിലായിരുന്നു എന്നാ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഞാനൊരു ദിവസം അള്ളാഹു റസൂൽ ഈ ദജ്ജാലിനൊക്കെ പറഞ്ഞ് കേട്ടിട്ട് എനിക്ക് ഉറക്കം തന്നെ വരാത്ത രാത്രി ഉണ്ടായി. അത്രയും അവർ
ഒരു എന്നാ റസൂല് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഏത് സ്വഹാബത്തിനും പെട്ടെന്ന് വല്ലാത്തൊരു പേടി പിടിപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. മറ്റൊരു സംഭവം കാണാം. ഒരിക്കൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവിന്റെ വീട്ടിക്ക് അതാ വരുന്നു റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽപ്പെട്ട തന്നെ സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹ. നമ്മുടെ റമദാനിന്റെ ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ദിനമാണ് റമദാൻ 10. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് അന്ന് അതിനെക്കുറിച്ച് നമുക്ക് വേറെ പറയാം. ആ ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ ഒന്നാമത്തെ ഭാര്യ. ഖദീജ ബീവി വഫാത്തായതിനു ശേഷം റസൂലുള്ളാഹി കല്യാണം കഴിച്ചവരാണ് മഹദിയായ സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹ. പ്രായമുള്ള ഒരു ഉമ്മയാണ്. കാരണം ഖദീജ ബീവി വഫാത്തായി, മക്കളൊക്കെ ഉള്ള പിന്നെ ഒരു ഉമ്മയായിരുന്നല്ലോ ഖദീജ ബീവി. അപ്പോൾ റസൂലുള്ളാഹിന്റെ ആ മക്കളൊക്കെ ഒന്ന് കീപ്പ് ചെയ്ത് അവരോടൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിച്ച് പോകാൻ പറ്റിയ കുറച്ച് പ്രായമുള്ള ഒരു ഉമ്മ തന്നെയായിട്ടാണ് സൗദാ ബീവിയെ റസൂലുള്ളാഹി രണ്ടാമത് ഭാര്യയായി, അവിടുത്തെ രണ്ടാമത്തെ ഭാര്യയായി സൗദാ ബീവിയെ വിവാഹം കഴിച്ചത്. അപ്പോൾ ആ സൗദാ ബീവി മദീനയിൽ ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ബീവി ഇങ്ങനെ വന്നപ്പോൾ അവിടെ ഹഫ്സ ബീവി അവിടെ ഉണ്ട്. ആയിഷ ബീവിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഹഫ്സ ബീവി റസൂലുള്ളാഹിന്റെ ഭാര്യ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മോള്. അവർ രണ്ടുപേരും പ്രത്യേകം ചങ്ങാത്തുള്ള ആളുകൂടിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ വന്നു. ആ നോക്കുമ്പോൾ സൗദാ ബീവി വരുന്ന പ്രായമുള്ള പെണ്ണാണ്. പക്ഷെ നല്ല ചമഞ്ഞൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹ അന്ന് വരുന്നത്. ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് വരികയാണ്, ഇടക്കിടക്ക് വരുന്നതുമാണ്. അങ്ങനെ അവർ വന്ന സമയത്ത് റസൂൽ അവിടെ ഇല്ല. അപ്പൊ ഹഫ്സ ബീവി ഉടനെ തന്നെ ആയിഷ ബീവിയോട് പറയാണ്, നോക്ക് എന്താണിപ്പോ അവളെ ചുറുക്ക്, എന്താ ഡ്രസ്സാ ഇട്ടിക്കണത്, എത്രങ്ങാനും ഭംഗിയുണ്ട്. ഇനിയിപ്പം ആയിഷ ബീവി പറയാണ്, യാ ഉമ്മൽ മുഅ്മിനീൻ യജീഉ റസൂലുള്ളാഹി കുശുഫ ഫുശുഖ വഹാദിഹി ബൈനന അത്തബുറുഖ്. ഇനിയിപ്പോൾ റസൂൽ ചിലപ്പോൾ പെട്ടെന്ന് വരൂട്ടാ. വന്നാൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ രണ്ടാളും വലിയൊരു ഉഷാറൊന്നും ഇല്ലാത്ത ഡ്രസ്സും, ഇവളാണെങ്കിൽ നല്ല ഉഷാറുള്ളത് ഇട്ടിട്ട് നിൽക്കുകയാണ്. ഭർത്താക്കന്മാരെ മുന്നിൽ ഭാര്യമാരും, ഭാര്യമാരെ മുന്നിൽ ഭർത്താക്കന്മാരും ഒക്കെ എപ്പോഴും ഒരു നല്ല ഡ്രസ്സിലൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ വലിയ മൂടി പിടിച്ചത് എപ്പോഴും ഉണ്ടാകുന്നല്ല. വീട്ടിലായാലും മറ്റേ കീറിപ്പറഞ്ഞതോ വലിയ ചളി പിടിച്ചതോ അതൊന്നും അല്ലാത്ത രൂപത്തിൽ ഉണ്ടാകുന്നത് തന്നെ എപ്പോഴും നല്ലത്. ഇത് ഏതായാലും ഇവർ പറയാണ്, നമ്മൾ രണ്ടുപേരും ഇപ്പം എങ്ങനെയാണ്, സൗദ നല്ല ഉഷാറുള്ള ഇട്ടിക്കണത്, റസൂൽ ഇപ്പോൾ പെട്ടെന്ന് വന്നാൽ നമ്മൾ ഈ രൂപത്തിൽ കാണുമ്പോൾ എന്തുണ്ടാവും, അതുകൊണ്ട് ഇതിനെന്തെങ്കിലും അക്കിടി ഒപ്പിക്കണം. ആയിഷ ബീവി പറഞ്ഞു, ഇത്തക്കില്ലാഹ യാ ഹഫ്സ, ഇത്തക്കില്ല യാ ഹഫ്സ. ഹഫ്സ വെറുതെ അങ്ങനത്തെ കുൽമാലൊന്നും ഉണ്ടാക്കല്ലട്ടാ, വെറുതെ അങ്ങനൊന്നും പെരുമാറില്ല, എന്തിനാണ് വെറുതെ എന്നൊക്കെ പറഞ്ഞ ഹഫ്സ പറഞ്ഞാന്നും പറ്റൂല, ഇതിനിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിക്കണം ഹഫ്സ ബീവി പറയാണ്. അപ്പോൾ സൗദാ ബീവിക്ക് കേൾവി കുറച്ച് പ്രശ്നമുണ്ട്. ഇവർ പറയേണ്ടത് എന്താന്ന് ശരിക്കൊന്നും മൂപ്പത്തിക്ക് മനസ്സിലാവൂല. ഉടനെ തന്നെ ബീവി ചോദിച്ചു, മാ തക്കുലിന്, എന്താണ് നിങ്ങൾ രണ്ടാളും ഈ കുസുകുസു പറയണത്? ഒരുപാട് ഗുണപാഠങ്ങൾ ഈ സംഭവത്തിലുണ്ട്. ഞാൻ ഈ ചരിത്രം പറഞ്ഞ മറ്റൊരു വിഷയത്തിലേക്കാണ്. അപ്പോൾ വക്കാനഫി ഉദുനിഹാ സിക്കലുൻ, കാലത്തിലെ ഹഫ്സ നോക്കി ആ ചോദ്യം ചോദിച്ച് കിട്ടിയപ്പോൾ ഹഫ്സ ബീവി പറഞ്ഞു, യാ സൗദ ഹറജൽ ആവർ. ഉണ്ടോ, ഉടനെ തന്നെ ബീവിയോട് പറഞ്ഞു, സൗദ ആവർ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദജ്ജാൽ പുറപ്പെട്ടിന് കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, ദജ്ജാലിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ സമയത്ത് സ്വഹാബാക്കളൊക്കെ വല്ലാത്തൊരു പേടിയുള്ള സമയമാണ്. എല്ലാവരുടെ മനസ്സിലും അതൊരു ഭീതി നന്നായി പിടിപെട്ട കാലാണ്. അതിക്ക് ബന്ധപ്പെട്ട ചരിത്രം പറഞ്ഞാണ്. അപ്പോൾ സൗദാ ബീവിക്കും തന്നെ ദജ്ജാലിനെ കുറിച്ച് എല്ലാവർക്കും ഒരു പേടി നിറഞ്ഞിക്കണ ടൈമാണ്. ഈ സമയത്താണ് ഈ ബീവിയോട് ഹഫ്സ ബീവി പറഞ്ഞത്, ഹറജൽ ആവർ, ആ ദജ്ജാൽ പുറപ്പെട്ടിക്കണെന്ന്. കാലത്ത് ഞാൻ പുറപ്പെട്ടോ? ഫസിയാത്ത് ഫസാൻ ഷദീദ, പേടിച്ച് വർക്കാൻ തുടങ്ങി സൗദാ ബീവിന. എന്നിട്ട് ചോദിച്ചു, കാലത്ത് അയിന അഖ്തബിയു, ഞാൻ എവിടെ ഒളിച്ചു നിൽക്കുക, രക്ഷപ്പെടണമല്ലോ, പേടിച്ച് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ഹഫ്സ ബീവി പറയാണ്, അലൈക ബിൽ ഹൈമ, ഇജാ ഊട്ടുവരെ കണ്ട് വിളിച്ചോന്ന്. ഒരു ചോറൊക്കെ വെക്കണേ ഒരു ചെറിയ ഒരു ഷെഡ് അവിടെ ഉണ്ടായിരുന്നു. അത് എപ്പോഴൊന്നും അവിടെ പോകണോ അല്ലെ എപ്പോഴെങ്കിലേ പോവുള്ളൂ, അതിൻ്റെ ഉള്ളിലേക്കാണ് പോയിക്കോ, ഞങ്ങളിവിടെ എവിടെയെങ്കിലൊക്കെ ഇഞ്ച് കുറച്ച് വലിയ പെണ്ണുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇതിനങ്ങോട്ട് തള്ളി. സൗദാ ബീവി ഇത് കേട്ട് അവിടെ പോയി ഫദഹബത്ത് ഫഖ്തബഅത്ത് ഫീഹ, അവിടെ പോയി ഒളിച്ചിരുന്നു. എന്താണ് അവിടുത്തെ അവസ്ഥ? അവിടെ വഫീഹൽ കദറു വനസ്ജുൽ അങ്കബുത്ത്, നിറയെ മണ്ണ, എട്ടുകാലി വല, അതുപോലെ ചളി, ഇതൊക്കെ ഉള്ള സ്ഥലമാണിത്. പക്ഷെ ദജ്ജാൽ പുറപ്പെട്ടു എന്നുള്ള വാർത്തയിലേക്ക് കേട്ടത്. അതിലെ ഈ പേടിയിൽ ആണ്ട് പോയി അടപ്പുക്കി.
ഫജാ റസൂലുള്ളാഹി ഹഫ്സാബിക്ക് ഇതിൽ വേറെ ലക്ഷ്യമാണ്, ഒരു തമ്മിലുള്ള സൗഹൃദ കളികളാണ്, വേറെ പ്രശ്നങ്ങളൊന്നും അതിലില്ല. ഫജാ റസൂലുള്ളാഹി, ഈ ഒരു സമയത്ത് അള്ളാഹു റസൂൽ ഒന്നും ചെയ്തു. വഹുമാ തളഹക്കാൻ, ആയിഷയും ഹഫ്സയും റളിയല്ലാഹു അൻഹുമാ ഇവർ പെരുഞ്ചിരി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി ചോദിച്ചോണ്ടോ, അവർ പറയാണ് ലാ തസ്തതിയാനി അൻ തതകല്ലമാ മിനൽ ലഹ്കി, ഞങ്ങൾക്ക് ചിരിച്ചിട്ട് സംസാരിക്കാൻ പോലും പറ്റണില്ല. ഫഖാല മാ ഹാദൽ ലഹ്ക്, റസൂൽ ചോദിച്ചു എന്താണ് പെണ്ണുങ്ങളെ നിങ്ങൾ ഈ ആര് ചിരിയിരിക്കണം, എന്താണ് വിഷയം? അവർ പറയും ഞങ്ങൾക്ക് ഒരു മറുപടി പറയാൻ കഴിയില്ല, പെരും ചിരിയാണ്. സലാസ മറാത്ത റസൂൽ എന്താണ് പ്രശ്നം, എന്താണ് നിങ്ങളിങ്ങനെ ചിരിക്കണത്? മുത്തനബി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, ഇവര് മിണ്ടണില്ല. അവസാനം ഔമ അബി ഐദിയഹുമായ ഹൈമ, ഇവ രണ്ടുപേരും അങ്ങോട്ട് ചൂണ്ടി അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഊട്ടുപെരേക്ക് നോക്കി, ആ ചെറിയ ഓലഷെഡ് ഉണ്ടാക്കി ആ ക്യാൻറ്റീനിൻ്റെ ഉള്ളിലേക്ക് നോക്കി. അവിടെ നോക്കുമ്പോണ്ട് ഈ സൗദ ബി പാവം അതവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്. ഫൈദ സൗദത്തു തുറാദു, സൗദ ബി ബർച്ച അവിടെ ഇങ്ങനെ നിൽക്കണതാ കാണുന്നത്. ഉടനെ തന്നെ റസൂൽ അങ്ങോട്ട് ഫക്കാല ലഹ യാ സൗദ, എന്താണ് സൗദ, മാലയ്ക്ക് എന്താണ് ഇവിടെ, എന്താണ് ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുക, എന്താണ് ഇരിക്കണത്? കാലത്ത് യാ റസൂലുള്ളാഹി ഹറജല്ല, ഒരു ദജ്ജാൽ പുറപ്പെട്ടു എന്നല്ലേ കേൾക്കണത്. അള്ളാഹ് റസൂൽ അതിൻ്റെ ഇടയിലും കാര്യം പറഞ്ഞു, മാ ഹറജ, ഒപ്പം പുറപ്പെട്ടിട്ടില്ല, വല യഹ്റുജൻ, പുറപ്പെടും, അതിൽ സംശയമല്ല. മാ ഹറജ വല യഹ്റുജൻ എന്ന് പറഞ്ഞ് അവരെ റസൂലുള്ളാഹി കാര്യം ബോധിപ്പിച്ചു. ഫജഅല യൻഫുദു അൻഹൽ ഗുബാർ, മേലക്കുള്ള ആ ചളിയും ആ എട്ടുകാലി വലക്ക റസൂലുള്ളാഹി പുണ്യ കരം കൊണ്ട് ഒക്കെ നീക്കിക്കൊടുത്ത്. ഹഫ്സാബീവിൻ്റെ മുറാദും ഹാസിലായി, കാരണം ആ ചൊറുക്കിൽ ചമഞ്ഞു വന്നതിനല്ലോ, അതൊക്കെ ചളി പറമ്പ് എട്ടുകാലി വലക്കായി അതിന് ഭംഗിയൊക്കെ പോയില്ലേ. അതിനുള്ള ഒരു കെണി പറഞ്ഞതാണ്, ഓല സൗഹൃദമായ കളികളാണ്. ഞാൻ പറഞ്ഞത് ദജ്ജാൽ പുറപ്പെടും എന്ന് റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമായതുകൊണ്ടാണ് സൗദാ ബീവി അത്ര പേടിച്ചതും പോയതും. എന്നതുപോലെ ഉമ്മു സലമാ ബീവി പറയാണ്, ദജ്ജാലിൻ്റെ വിഷയം ഓർത്തിട്ട് പേടി വന്നു. നമ്മളോടൊക്കെ നിസ്കാരത്തിൽ കൽപ്പന ഉണ്ട്, ദജ്ജാലിൻ്റെ ഫിത്ന, ദജ്ജാൽ പുറപ്പെടുന്ന കാലുണ്ട്, ദജ്ജാൽ ഇന്നും ഹയാത്തിലുണ്ട്. ഹയാത്തിലുള്ള ഒരു വലിയ ഷർറായതുകൊണ്ട് തന്നെ അവൻ്റെ ഷെറ് മനുഷ്യരിലേക്ക് ബാധിക്കും എന്ന് മഹാന്മാരായിട്ടുള്ള മശായിഖന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കാവലിനെ തേടാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഉമ്മു സലമാ ബീവി വല്ലാത്ത ബേജാറ്, ഉറക്കം വന്നില്ല എന്നാ. പിറ്റേ ദിവസം റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് സങ്കടം പറഞ്ഞു, നബിയേ ഈ ദജ്ജാലിന്റെ വിഷയമൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു ബേജാറ് എന്ന്. അവിടെ അള്ളാഹ് റസൂൽ പറഞ്ഞ മറുപടി, അതാണ് നമ്മുടെ വിഷയം. അള്ളാഹ് റസൂൽ പറഞ്ഞു, ഇപ്പം ദജ്ജാൽ പുറപ്പെട്ട ഉമ്മു സലമ ബേജാറാകണ്ട, വ അനഫീക്കും, ഞാൻ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ. എന്താണ് ആ വാക്കിന്റെ സ്ഥാനം? അള്ളാഹ് പറഞ്ഞു, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. നബിയേ നിങ്ങൾ അവരുടെ ഉണ്ടോ, അവിടുത്തെ കാര്യങ്ങളൊന്നും വേറെ തന്നെയാണ്. അപ്പൊ റസൂല് പറയാണ്, ഉമ്മു സലമ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ദജ്ജാൽ വന്ന ഞാനില്ലേ, എത്രയാണ് അതിന്റെ പിന്നെ വലിപ്പം, ഞാനുണ്ട്, നിങ്ങളെന്താക്കണ്ട, ബേജാറാകണ്ട, ഞാനത് കൈകാര്യം ചെയ്യും. ശേഷം റസൂല് പറഞ്ഞ വാക്ക് അവിടെ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇനി ഞാൻ വഫാത്തായിട്ട് അതിന്റെ ശേഷമാണ് ദജ്ജാൽ പുറപ്പെടുന്നതെങ്കിൽ ഇവിടെ ഉണ്ട് അസ്വാലിഹൂൻ, ഞാനുമായി പ്രത്യേകം ബന്ധപ്പെട്ട, എൻ്റെ എല്ലാ വിഷയത്തിലും എല്ലാ നിലക്കും തരപ്പെട്ട എൻ്റെ ഖുലഫാഉകളായിട്ടുള്ള എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള മഹാന്മാരായ മശായിഖന്മാർ ഇവിടെ ഉണ്ട്. അവർ മുഖേന ആ കാര്യത്തിനിക്ക് കാവലുണ്ടാകും ഉമ്മു സലമ എന്ന് സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞത്, അപ്പൊ ആ ഒരു വാചകത്തുനിന്ന് മുത്തുനബിന്റെ ആ മറുപടിയിൽ വലിയൊരു പൊരുളുണ്ട്. അതെന്താ? ഏത് കാലത്തും ഇവിടെ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട് പോകുന്നത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, മുത്തുനബി, പിന്നെ അവിടുത്തെ ഖദമിലുള്ള മഹാന്മാർ. അതുപോലെ തന്നെ അവിടെ തന്നെയാണ് റമദാനും എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ റമദാനാണ്, നോമ്പാണ്, എല്ലാമാണ്. പക്ഷെ നമ്മൾ മശായിഖന്മാരെ പരിഗണിക്കാതെ അവരെ നിരാകരിച്ചുകൊണ്ട് ഒരാൾ റമദാനിൽ 30 അല്ല 300 ഖത്മ് തീർത്താലും അവന്റെ നോമ്പ് സ്വീകരിക്കപ്പെടൂല. ആ നോമ്പ്, ആ റമദാൻ അവനക്ക് പ്രതികൂലമായി സാക്ഷിയാകും. എന്തുകൊണ്ട്? ഇതെല്ലാം അനുകൂലമാകുന്നത്, അതിൻ്റെ എല്ലാം കേന്ദ്രം കാലഘട്ടത്തിലുള്ള മശായിഖന്മാരാണ്, മുത്തുനബിയുടെ അനന്തരക്കാരാണ്. ഉമ്മു സലമാ ബീവിയോട് റസൂലുള്ളാഹി പറഞ്ഞ ഈ മറുപടി അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ആ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ മശായിഖന്മാരെ പൊരുത്തം തേടി അവരുടെ റിള തേടിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. റഹ്മത്തിൻ്റെ 10, മഗ്ഫിറത്തിൻ്റെ 10, ഇത്തുക്കും മിനന്നാർ, നരകമോചനം,
ഇതൊന്നും ഒരു തമാശയല്ല. നമ്മളെപ്പോഴും പറയുന്നത് പോലെ കാലഘട്ടത്തിലുണ്ടാകുന്ന എന്തൊക്കെയോ പുരോഗതി പറഞ്ഞ് നമ്മൾ മരണം മറക്കണ്ട, ഖബറ് മറക്കണ്ട, മഹ്ശറ മറക്കണ്ട, സ്വർഗവും നരകവും ഇതെല്ലാം ഉള്ളതാണ്. നമ്മളെല്ലാവരും മരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ റമദാൻ ഒരു പക്ഷേ നമ്മിൽ പലരുടെയും അവസാനത്തെ റമദാനാകും. നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയം മലക്കുകൾ നമ്മുടെ മുമ്പിലെത്തും. അസ്രായീൽ, അങ്ങനെ ആ മേഖല ഏൽപ്പിക്കപ്പെട്ട മലായിക്കുകൾ, റൂഹിനെ പിടിക്കുന്ന മലായിക്കുകൾ നമ്മുടെ മുമ്പിലെത്തും. നമ്മുടെ സമയം പിന്നെ ഒരു നിലക്കും പിന്തിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവൂല. കറക്റ്റ് ടൈമിൽ മൗത്ത് സംഭവിക്കും. ഇത് നമുക്ക് വരാനുള്ളതാണ്. കഴിഞ്ഞ കൊല്ലം റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായ ആളുകൾ ഇപ്പം ഇല്ലല്ലോ. ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായവർ മരണപ്പെട്ടു പോയി. ഇനി ഉണ്ടായാൽ തന്നെ നമ്മുടെ ആരോഗ്യ നില ഒന്നും പറയാൻ കഴിയില്ല. നമ്മുടെ ഓർമ്മശക്തി ഉണ്ടോ നമുക്ക് പറയാൻ പറ്റൂല. ആഫിയത്തുള്ള സമയം നന്മ ചെയ്യുന്നതിനേക്കാണ് പ്രാധാന്യമെന്ന് അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ മരണക്ക് ഓർത്തുകൊണ്ട് നമ്മുടെ ഗസാലി ഇമാമൊക്കെ പറഞ്ഞതുപോലെ ഒരു മുവദ്ദിഅന്റെ എൻ്റെ അവസാനത്തതാകാമെന്ന ധാരണ വെച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ പരിശുദ്ധമായ റമദാനു ഷരീഫിൽ നമുക്കുണ്ടാകണം. നമ്മുടെ തറാവീഹ് നിസ്കാരങ്ങൾ അത് പുരുഷന്മാരൊക്കെ പള്ളിയിലും മറ്റും ജമാഅത്തായി നിസ്കരിക്കുക, സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക, അതൊന്നും ഒഴിവാക്കാതെ പരമാവധി ചെയ്യുക. പള്ളികളിലൊക്കെ ജമാഅത്തിന് പോയി അതൊക്കെ ഒരു ഒരു നല്ല മട്ടത്തിൽ ആ കർമ്മങ്ങൾ ചെയ്യണം. ഇന്ന് പലയിടങ്ങളിലും തറാവീഹൊക്കെ എന്തോ ഒരു അടിച്ച് മിന്നി വിട്ട് തറാവീഹിൻ്റെ സ്പീഡ് അത് കറക്റ്റാക്കണ ചർച്ചകളാണ്. എത്ര മോശമാണ് ഇതൊക്കെ. അത് നിസ്കാരത്തിൻ്റെ ഹുർമത്തിനെ മോശമാക്കുന്ന വിധം നിസ്കരിക്കാതിരിക്കുകയാണ് നല്ലത്. ആ നിസ്കാരം കൊണ്ട് വലിയ അദാബാണ് ഉണ്ടാകുക. തറാവീഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹുർമത്തും അതിൻ്റെ മഹത്വം പരിഗണിച്ചുകൊണ്ട് നിസ്കരിക്കണം. എന്താ നമുക്ക് ധൃതി? എന്തിനാണ് ഈ തിരക്ക് കൂട്ടുന്നത്? ഒരു 10-20 മിനിറ്റ് ഒന്നാണ് കൂടിയാൽ ചെയ്യുന്നതൊരു ഉത്തമത്തിൽ ചെയ്തുകൂടെ? അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അതിന് നമ്മൾ പ്രചോദനം കൊടുക്കണം. ഇതാ കാമൂയിലെ സ്വലാത്തി കാമൂ കുസാല, നിസ്കാരത്തിലേക്ക് വന്നാൽ മടിയന്മാരായി അതിനോടൊരു താല്പര്യമില്ലാത്ത ആളുകൾ, അവരുടെ നിസ്കാരം അവർക്ക് വലിയ അപകടമാണ്. അത് മുനാഫിക്കീങ്ങളുടെ ഇടപെടലാണ്, സ്വഭാവമാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തറാവീഹൊക്കെ റാഹത്തോടു കൂടി നിസ്കരിക്കണം. വല്ലാതെ നീട്ടിപ്പോകാൻ സാധിക്കണമെന്നില്ല, വേണ്ട. പക്ഷെ ഇന്ന് പലയിടത്തും കാണുന്ന രൂപങ്ങളിൽ പെട്ടെന്ന് തന്നെ ഫാത്തിഹയൊക്കെ അടിച്ചു മിന്നി വിട്ട് റുക്കുവും സുജൂദും എല്ലാം കൂടിയും ഒരു നീക്കുപോക്കൊക്കെ പെരും സ്പീഡിലായി. എത്ര മോശമുണ്ട്. ഇന്ന് പല ആളുകളും അതെടുത്തിട്ടാണ് മുസ്ലിമീങ്ങളുടെ നിസ്കാരത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. ഇതിന് നമ്മൾ ഒരു വക വെച്ചു കൊടുക്കാൻ പാടില്ല. അതിൻ്റെ ഹുർമത്തിനെ നിന്ദിക്കുന്നത് വലിയ പാതകമാണ്. സ്വഹാബാക്കളെല്ലാം നല്ല റാഹത്തോടു കൂടി നിസ്കരിച്ച നിസ്കാരം എന്ന പേരിലാണ് തറാവീഹ്, റാഹത്തെടുത്ത് നിസ്കരിക്കുന്ന നിസ്കാരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. ആ രൂപത്തിൽ അത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അത് 20 റക്അത്ത് തന്നെയാണ്, അത് 8 8 മറ്റും പിന്നെ ചർച്ചകളൊക്കെ വിഡ്ഢികളായ ആളുകൾ ഉണ്ടാക്കുകയാണ്. സ്വഹാബത്ത് എല്ലാവരും ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ തറാവീഹിന്റെ കർമ്മം സജീവമായ കാലാണ്. മദീന പള്ളിയിൽ എല്ലാ സ്വഹാബാക്കളും ഉള്ള കാലം. അവരെല്ലാം തറാവി നിസ്കരിക്കുമ്പം കിതാബുകളാണ് 20 റക്അത്താണ്. ഒരു ചെറിയ ബുദ്ധി കൊണ്ട് ആലോചിച്ചൂടെ? അവിടെ 20 റക്അത്തില്ലെങ്കിൽ സ്വഹാബാക്കൾ തമ്മിൽ എതിര് പറയില്ലേ? എവിടുന്നാണ് ഈ 18 റക്അത്ത്, പിന്നെ 12 ബാക്കി 12 റക്അത്ത് എവിടുന്നുണ്ടാക്കി? ഇത് റസൂൽ ചെയ്തിട്ടില്ലല്ലോ, ഇത് നമുക്ക് പാടില്ല എന്ന് സ്വഹാബാക്കൾ ഇല്ലാത്തൊരു കർമ്മം ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും അവിടെ അങ്ങനെ തർക്കങ്ങളുണ്ടാകും. ഒരു കുട്ടിയും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും 20 റക്അത്ത് എന്നതിൽ യോജിച്ചവരാണ്, ഒരുമിച്ചവരാണ്. ഇത് തന്നെ മതി. ആ കാര്യത്തെക്കുറിച്ച് അല്പം ചിന്തിച്ചാൽ എല്ലാവർക്കും അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ അത് മതിയാവും. ഇല്ലാത്ത എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ ഇടപെടും. ആയിഷ ബീവി അവിടെ ഉള്ള കാലഘട്ടമാണ്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുണ്ട്, അവർ പറയും. അങ്ങനത്തെ പല പ്രശ്നങ്ങളിലും അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരിക്കൽ ഒരു സ്വഹാബി വഫാത്തായി, സഅദ് ബിൻ അബി വക്കാസ്, അള്ളാഹു റസൂലിന്റെ സ്വഹാബാക്കൾ പ്രധാനിയാണ്. ആയിഷ ബീവി പറഞ്ഞു, സഅദിന്റെ ജനാസ എനിക്കും നിസ്കരിക്കണം, അതുകൊണ്ട് നിങ്ങളെ നിസ്കാരം കഴിഞ്ഞാൽ ജന്നത്തുൽ ബഖയിലേക്ക് അവർ മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്നതിൻ്റെ ഇടക്ക് ഇങ്ങോട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരണം. റസൂലുള്ളാഹിന്റെ
ആയിഷാ ബീവിന്റെ വീട് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്നൊരു വാതിൽ തുറന്നാൽ മതിയല്ലോ. അപ്പോൾ വീട്ടിൽ വെച്ച് അവർക്ക് ജനാസ നിസ്കരിക്കാം. അതിനുവേണ്ടി ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്വഹാബിയുടെ ജനാസ ഈ കൽപ്പന കേട്ട് സ്വഹാബാക്കൾ കൊണ്ടുവന്നു. അവിടെ വെച്ചു. ആയിഷാ ബീവി നിസ്കരിക്കുകയാണ്, മറ്റു ഭാര്യമാരും കൂടെ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം നടന്നപ്പോൾ അവിടെ ചെറിയൊരു ചർച്ച നടന്നു. മയ്യത്ത് ഇങ്ങനെ പള്ളി കയറ്റാൻ പറ്റുമോ? ഇത് പാടില്ലല്ലോ, ഇത് റസൂല് സമ്മതിക്കാത്ത കാര്യമല്ലേ എന്നൊക്കെ തർക്കങ്ങളുണ്ടായി. ഉടനെ തന്നെ ആയിഷാ ബീവി പറയാണ്, ആരടാ അങ്ങനെ പറയുന്നവൻ? സഹ്ലുബിന് ബൈളാ, ആ സ്വഹാബിയുടെ ജനാസ റസൂൽ നിസ്കരിച്ചത് പള്ളിയിൽ നിന്നല്ലേ, നിങ്ങളിതൊക്കെ മറന്നുപോയോ? ആയിഷാ ബീവി ആ കാര്യം അവിടെ അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ തറാവീഹിന്റെ വിഷയത്തിൽ ഇല്ലാത്ത ഒരു നിസ്കാരം സ്വഹാബാക്കൾ ഉണ്ടാക്കിയാൽ അതിനെക്കുറിച്ച് ശരിയായ ധാരണ ആയിഷാ ബീവിയുണ്ട്. ബീവി സംസാരിക്കും, സ്വഹാബാക്കൾ തന്നെ പറയും. മറ്റൊരു നോക്കൂ, പിന്നെ നിസ്കാരം, പിന്നെ നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാളിന് നമ്മൾ നിസ്കാരത്തിന്റെ ഖുതുബ എങ്ങനെയാണ്? ജുമാ നിസ്കാരത്തിന്റെ ഖുതുബ നിസ്കാരത്തിന്റെ മുന്നെയാണെങ്കിൽ, പെരുന്നാൾ നിസ്കാരത്തിന്റെ ഖുതുബ അത് പിന്നെ നിസ്കാരത്തിന്റെ ശേഷം ആണല്ലോ നടക്കുക. മർവാൻ എന്ന അമീറിന്റെ കാലം മൂപ്പര് എന്ത് ചെയ്തൊരു പെരുന്നാൾക്ക് ഖുതുബ മുന്നിക്കാക്കി. ആളുകളൊക്കെ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് പോകുമെന്ന് ഭയപ്പെട്ടിട്ട് പെരുന്നാൾക്ക് സാധാരണ റസൂൽ കാണിച്ച പതിവ് നിസ്കാരത്തിന്റെ ശേഷം ഖുതുബ എന്നുള്ളതാണ്. ഇയാളത് ആ ഖുതുബനെ കൊണ്ട് മുന്നിക്കാക്കി. വലിയ പ്രശ്നമായി അവിടെ. താബീങ്ങളും മറ്റു പല ആളുകളും അമീറിനെതിരെ തന്നെ ശബ്ദിച്ചു, ഇത് റസൂൽ ചെയ്ത നടപടിക്ക് എതിരാണ്, ഇത് പാടില്ലാത്തതാണ്. കണ്ടോ, ഇങ്ങനെ സംസാരിക്കുന്നവരാണ്. ഇങ്ങനെ സംസാരിക്കുന്ന സഹാബാക്കൾ തറാവീഹിന്റെ കാര്യത്തിൽ ഒരാളും ഇങ്ങനെ റകാത്തിന്റെ എണ്ണം 8 12 ബാക്കി ഉമർ കൂട്ടിയതാണ്, അത് നമ്മളാരോ ഏച്ചൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് ഒരാളും പറഞ്ഞ് ഒരു ഉദ്ധരണിയുമില്ല. അപ്പൊ ആ കാര്യം വളരെ വ്യക്തമാണ്. വെറുതെ മണ്ടന്മാരുടെ സംസാരം കേട്ട് ഇത്തരം ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ നമ്മളാകാൻ പാടില്ല. അപ്പൊ ആ 20 റക്അത്ത് അതിന്റെ മുറ പോലെ നമ്മൾ നിസ്കരിക്കണം. അതെല്ലാം എന്തോ തിരക്ക് പിടിച്ച് കൂട്ടി എന്തൊക്കെ ആക്കി കൂട്ടുന്ന രൂപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം ജമാഅത്തിന്റെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ചെറിയ പള്ളിയിലും ഇന്ന് AC ധാരാളമാണ്. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഒരു പള്ളിയിൽ തറാവീഹിന്റെ അവിടുത്തെ ആളുകൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അവിടുന്ന് ചില കൂട്ടുകാരെ നമ്മോട് സംസാരിക്കുകയാണ്. ചെറിയ പള്ളിയാണ്, പള്ളിയിൽ AC ഉണ്ട്. പക്ഷെ ഈ AC തണുപ്പ് കിട്ടാൻ വേണ്ടി പിന്നെ ആ അകത്തെ പള്ളി ഫുള്ളായാൽ ചെറുപ്പക്കാരത് കുറ്റിയിടുകയാണ്. പിന്നെ പുറകിൽ നിൽക്കുന്ന ആളുകൾ, അത് പള്ളിയല്ല, വേറെ പുതുക്കി പണിത സ്ഥലങ്ങളാണ്. അവിടെ നിന്നാൽ ഇങ്ങോട്ടുള്ള ജമാഅത്തിന്റെ കുതുവത്തൊന്നും ശരിയാകൂല, തുടർച്ച ശരിയാകൂലെന്നാ. അപ്പൊ ഇത് കുറ്റിയിട്ട് പിന്നെ ഈ തറാവീഹിൽ മറ്റുള്ള ആളുകളുടെ ജമാഅത്തിന് നഷ്ടം വരുന്ന കോലത്തിലുള്ള ഇടപെടലുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഇമാമിങ്ങൾ ഉസ്താദുമാരും ബോധവാന്മാരാകണം. നമ്മുടെ ഇബാദത്തുകൾ അതിൻ്റെ മഹത്വത്തോടു കൂടി തന്നെ നടക്കുന്ന ഒരു ഘട്ടം ഏത് സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. ചുരുക്കുകയാണ്, പരിശുദ്ധമായ റമദാനിന്റെ ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണ്. അള്ളാഹു റസൂൽ ആ മിമ്പറുമേൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞ സംഭവം മനസ്സിലുണ്ടാകണം. പ്രധാനപ്പെട്ട ഒരു ദുആയാണ് അവിടെ നടന്നത്. റമദാൻ എത്തിയിട്ട് അതിനെ പരിഗണിക്കാതെ പോയാൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് അയാൾ വിദൂരത്താണ് എന്നതാണ് ആ ദുആയുടെ ഉള്ള്, അതിൻ്റെ പൊരുളതായിരുന്നു. അള്ളാഹുവിന്റെ റസൂലാണ് ആ ദുആക്ക് ആമീൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ റമദാൻ പ്രതികൂലമായി സാക്ഷി പറയുന്നവരിൽ പെട്ടാൽ ആ മനുഷ്യന്റെ കഥ പിന്നെ പറയാനില്ല. അതെല്ലാം നമുക്ക് അനുകൂലമാകാൻ അതിൻ്റെ അനുകൂലമാക്കി തരുന്ന കരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മു സലമ ബീവിയുടെ ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ നുവാബുകളായ മശായിഖന്മാരാണ്. അവരെ പൊരുത്തണ്ടോ? റമദാനിൽ എല്ലാം നമുക്ക് ഭംഗിയാണ്, എല്ലാം നമുക്ക് സ്വീകാര്യമാണ്. അള്ളാഹിന്റെ മശായിഖന്മാരെ പൊരുത്തത്തിലായി എല്ലാ കാലത്തും അവരുടെ ബന്ധത്തിലായി അള്ളാഹു നമ്മെ നിലനിർത്തി തെരുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ ഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ സാധുക്കളായ നമ്മെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ, നമ്മുടെ ഹുവാനീങ്ങൾ, ഉസ്താദുമാര്, മാതാപിതാക്കൾ, വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, ഏതെങ്കിലും സമയങ്ങളൊക്കെ നമ്മളെ കണ്ടവർ, നമ്മളെ സഹായിച്ചവർ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ആളുകൾ, എല്ലാവർക്കും മശായിഖന്മാരുടെ തിരുനോട്ടം, റമദാനിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇതെല്ലാം ലഭിക്കുന്നവരിൽ അവരും നമ്മളും ഉൾപ്പെട്ട് ഈ പരിശുദ്ധമായ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മളെല്ലാവരും ഉണ്ടായിത്തീരട്ടെ. റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.